നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ, മാൽദീവിയൻ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഹാസ് ആസ്ക്ഡ് ഇന്ത്യ ടു വിഡ്രോ ഇറ്റ്സ് ട്രൂപ്സ് ഫ്രം ദി ഐലൻഡ് നേഷൻ ബൈ മാർച്ച് 15 എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വാർത്തയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ മാൽദീവ്സ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ വാർത്തയിൽ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാൽദീവ്സ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാർച്ച് 15-നകം നമ്മുടെ ഇന്ത്യൻ ട്രൂപ്സ്, മാൽദീവ്സിൽ സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ട്രൂപ്സിനെ എത്രയും പെട്ടെന്ന് മാർച്ച് 15-നകം തന്നെ വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാൽദീവ്സിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രൊലോങ്ഡ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് വാർത്തയിൽ നിൽക്കുന്ന കാരണം തീർച്ചയായിട്ടും നമ്മുടെ എക്സാംസിന് വളരെയധികം പ്രാധാന്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി മെയിൻസിനാണെങ്കിലും അതേപോലെ വരാൻ പോകുന്ന പ്രിലിംസിനാണെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമുക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ടാവുക. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-നകത്താണ് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ടോപ്പിക്ക് വരിക. ഇനി അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയുടെ ഒരു മാരിടൈം നെയ്ബർ കൂടിയാണ് മാൽദീവ്സ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇന്ത്യയും മാൽദീവ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ ഏതാണ് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എന്തായാലും ബോത്ത് മെയിൻസിന്റെയും അതേപോലെ പ്രിലിംസിന്റെയും പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ത്യയും മാൽദീവ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേഷൻഷിപ്പുകളാണ്, എസ്പെഷ്യലി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്കണോമിക് ആൻഡ് ട്രേഡ് എൻഗേജ്മെന്റ്സ്. ഓക്കെ, എക്കണോമിക് വൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ ടൂറിസം എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം റീസെന്റ്ലിയും അത് തന്നെയാണല്ലോ ഏകദേശം ഒരു കോൺട്രവേഴ്സി ആയിട്ടും അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നതും. നമ്മുടെ ലക്ഷദ്വീപും അതേപോലെ തന്നെ ഈ ഒരു മാൽദീവ്സിനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ എന്തായാലും ടൂറിസവും ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇപ്പം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഓണറൈവൽ വിസ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് മാൽദീവ്സ്. നമുക്ക് മറ്റു രാജ്യങ്ങളൊക്കെ നമ്മൾ പൊതുവിൽ ഈ പറഞ്ഞ പോലെ വിസ എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മാൽദീവ്സിലേക്ക് നമുക്ക് പലപ്പോഴും ഓണറൈവൽ വിസയൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയർ വിസ അപ്രൂവൽ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടിക്കറ്റും അവിടുത്തെ താമസത്തിന്റെ ആ ഒരു രേഖകളൊക്കെ കാണിക്കുവാണെങ്കിൽ നമുക്ക് മാൽദീവ്സിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്കാരൊക്കെയാണെങ്കിലും ഒരുപാട് പേര് വെക്കേഷൻസ്, ഐ മീൻ ഹോളിഡേയ്സ് ഒക്കെ തന്നെ ആഘോഷിക്കാനായിട്ട് മാൽദീവ്സ് സന്ദർശിക്കാറുണ്ട്. അത് മാത്രമല്ല, മാൽദീവ്സിലേക്ക് വരുന്ന ടോട്ടൽ ടൂറിസ്റ്റുകളുടെ എണ്ണം നോക്കിയാലും ഇന്ത്യൻസ് തന്നെയാണ് മെജോറിറ്റി ഷെയർ ചെയ്യുന്നത്. 2023 തന്നെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 2,00,000 ചില്ലുവാനും ആൾക്കാരാണ്, 2,06,026 ആൾക്കാരാണ് ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് മാത്രം മാൽദീവ്സ് സന്ദർശിച്ചതും. അതുപോലെ തന്നെ മാൽദീവ്സിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടൂറിസ്റ്റുകൾ നോക്കുവാണെങ്കിൽ 11.18% ഇന്ത്യൻസ് ആയിരുന്നു ഈ കഴിഞ്ഞൊരു വർഷം നോക്കുവാണെങ്കിൽ. സോ അപ്പോൾ പാസ്റ്റ് ഒരു 5 ഇയേഴ്സിന്, ഒരു 6 ഇയേഴ്സിന്റെ ഡേറ്റ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രിലിംസിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 5 വർഷമായിട്ട് മാൽദീവ്സിലേക്കുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന രീതിയിലേക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം 2021 22% ഉണ്ടായിരുന്നു, പിന്നെ അത് 14 പിന്നെ അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 11% കുറഞ്ഞിരിക്കുന്നുള്ള കാര്യം ഓർക്കാം. എന്തായാലും മാൽദീവ്സിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ബിഗസ്റ്റ് ഷെയർ ആണ്. അവിടെ വരുന്ന ടോട്ടൽ ടൂറിസ്റ്റുകളിൽ നിന്നും ഒരു സിംഗിൾ കൺട്രി എടുത്ത് നോക്കുവാണെങ്കിൽ വരുന്ന ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഷെയർ ആയിട്ട് ഇതിനെ പറയാനായിട്ട് സാധിക്കും. സോ ഇന്ത്യ ഈസ് among the largest source of visitors to the Maldives, which is heavily dependent on the tourism to run its economy. അപ്പോൾ മാൽദീവ്സിന്റെ ആണെങ്കിൽ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്ന ടൂറിസമാണ്. ആ ടൂറിസത്തിലേക്ക് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇൻ 2023 ഇന്ത്യ ടോപ്പ് ദ ചാർട്ട് ഇൻ സെൻഡിംഗ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ടു മാൽദീവ്സ്, അറൌണ്ട് 2 lakhs വിത്ത് അറൌണ്ട് 11.8% ഓഫ് മാർക്കറ്റ് ഷെയർ. ഓക്കെ, അപ്പം ഇന്ത്യക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ വർഷമാണെങ്കിലും മാൽദീവ്സിലേക്ക് സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യ എമർജ്ഡ് ആസ് മാൽദീവ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ണർ ഇൻ 2022. 2022 2023 ഡേറ്റ പുറത്തേക്ക് വരുന്നുള്ളൂ. 2022 മാൽദീവ്സിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ണർ ആയിരുന്നു ഇന്ത്യ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ബൈലാറ്ററൽ ട്രേഡ് കഴിഞ്ഞ 2022 ഓൾമോസ്റ്റ് $300 മില്യൺ മാർക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, 2021 അത് $300 മില്യൺ മാർക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുക. മാൽദീവ്സിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ണർ കൂടിയാണ് ഇന്ത്യ. ഓക്കെ, ആൻഡ് ബൈലാറ്ററൽ $US കറൻസി സ്വാപ്പ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ RBI ആൻഡ് മാൽദീവ്സ് മോണിറ്ററി അതോറിറ്റി വാസ് സൈൻഡ് ഇൻ 22 ജൂലൈ 2019. 2019 ഈ പറഞ്ഞ പോലെ ഇന്ത്യയും മാൽദീവ്സും തമ്മിൽ കറൻസി സ്വാപ്പ് എഗ്രിമെന്റ്സ് ബേസിക്കലി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ RBIയും അതേപോലെ മാൽദീവ്സിന്റെ സെൻട്രൽ ബാങ്കും ചേർന്നിട്ട് കറൻസി സ്വാപ്പ് എഗ്രിമെന്റ്സും ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് കുറച്ച് രാജ്യങ്ങളുമായിട്ട് മാത്രമേ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു കറൻസി സ്വാപ്പ് എഗ്രിമെന്റ്സ് ഉള്ളൂ, എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അത്തരത്തിലുള്ള ഒരു രാജ്യമാണ്, ആ കറൻസി സ്വാപ്പ് എഗ്രിമെന്റ്സ് ഉള്ള ഒരു രാജ്യമാണ് മാൽദീവ്സ് എന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഇന്ത്യയും അതേപോലെ മാൽദീവ്സും തമ്മിൽ നല്ലൊരു ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഗുഡ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നതായിരിക്കും. ഇന്ത്യൻ ഇമ്പോർട്ട്സ് ഫ്രം
മാൽദീവ്സ് പ്രൈമർലി കംപ്രൈസ് ഓഫ് സ്ക്രാപ്പ് മെറ്റൽസ് വൈൽ ഇന്ത്യൻ എക്സ്പോർട്സ്. അപ്പം ഇന്ത്യ ഈ പറഞ്ഞ പോലെ മാൽദീവ്സ് ഇറക്കുമതി ചെയ്യുന്ന അഥവാ ഇന്ത്യൻ ഇമ്പോർട്ട്സ് ഫ്രം മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമർലി കംപ്രൈസ് ഓഫ് സ്ക്രാപ്പ് മെറ്റൽസ് ആണ്. അതേ സ്ഥാനത്ത് ഇന്ത്യൻ എക്സ്പോർട്സ് ടു മാൽദീവ്സ് ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ലൈക്ക് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻസ് ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് മാൽദീവ്സിലേക്ക് കയറ്റുമതി ചെയ്യാറുണ്ട്. പിന്നെ സിമെന്റും അതേപോലെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും മാൽദീവ്സിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഇന്ത്യ പ്രധാനമായിട്ടും മാൽദീവ്സിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അഥവാ ഇമ്പോർട്ട് ചെയ്യുന്നത് സ്ക്രാപ്പ് മെറ്റൽസ് എന്നുള്ള ഒരു പോയിന്റും മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ദെൻ അടുത്തതാണ് ഈ ഏതൊക്കെ മേഖലകളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ ആയിട്ടാണ് മാൽദീവ്സിന്റെ കാര്യത്തിലേക്ക് നിൽക്കുന്നത്. ഫസ്റ്റ് റെസ്പോണ്ടർ ഒരു പദവിയാണ് ഇന്ത്യക്ക് എപ്പോഴും മാൽദീവ്സിന്റെ ഭാഗത്തുള്ളത്. കാരണം 2004 ആ ഒരു സുനാമി ഉണ്ടായ സമയത്തും അതേപോലെ 2014 വലിയൊരു വാട്ടർ ക്രൈസിസും മാൽദീവ്സിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ തന്നെ ദ ഫസ്റ്റ് വൺ ടു അസിസ്റ്റ് മാൽദീവ്സ് വെയർ ഇന്ത്യൻ ആണ്. ഇന്ത്യ ആയിരുന്നു ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ആ ഒരു 2004 സുനാമിയുടെ സമയത്തും മാൽദീവ്സിലെ ആ ഒരു വാട്ടർ ക്രൈസിസ് ഒക്കെ ഉണ്ടായപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ചെന്നതും ഇന്ത്യ ആയിരുന്നു എന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി അതേപോലെ ജാനുവരി 2020 ഈ പറഞ്ഞ പോലെ അവിടെ ഒരു മീസിൽസിന്റെ തടയാൻ മീസിൽ വാക്സിൻസുമായിട്ട് ബന്ധപ്പെട്ട് 30,000 ഡോസ് ഈ പറഞ്ഞ പോലെ ഇന്ത്യ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാൽദീവ്സിൽ ആ ഒരു മീസിൽ ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യ അത്രമാത്രം ആ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇന്ത്യസ് റാപ്പിഡ് ആൻഡ് കോംപ്രഹെൻസീവ് അസിസ്റ്റൻസ് ടു മാൽദീവ്സ് ഡ്യൂറിംഗ് COVID-19 പാൻഡമിക് ഫർദർ റീഇൻഫോഴ്സ് ഇന്ത്യസ് ക്രെഡൻഷ്യൽ ഓഫ് ബീങ് ദ ഫസ്റ്റ് റെസ്പോണ്ടർ ടു മാൽദീവ്സ്. അപ്പോൾ മിക്ക കാലങ്ങളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മാൽദീവ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ പോലെ സഹായിച്ച ഒരു രാജ്യം തന്നെയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും, നിലവിലെ മാൽദീവ്സിലെ പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ആ ഒരു ഗവൺമെന്റ് കുറച്ചുകൂടെ പ്രോ ചൈന സ്റ്റാൻഡാണ് നിലകൊള്ളുന്നത്. അതായത് ചൈനയോട് കൂടുതൽ അടുപ്പമുള്ള ഒരു ഗവൺമെന്റ് ഭരണാധികാരികളാണ് ഇപ്പോൾ നിലവിൽ മാൽദീവ്സിലുള്ളത്. അപ്പോൾ അവർ കയറിയ സമയത്ത് തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നമായിരുന്നു, അവരൊരു ആന്റി ഇന്ത്യ സ്റ്റാൻഡാണ് ബേസിക്കലി നിലകൊള്ളുന്നത്. അതായത് ഇന്ത്യയോട് അത്ര ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല പുതിയ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സോ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വന്നിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റും മനസ്സിൽ വെച്ചേക്കാം. ഇനി അതേപോലെ തന്നെ പ്രിലിംസിന് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജോയിന്റ് എക്സസൈസസ്, മിലിറ്ററി അതേപോലെ നേവി എക്സസൈസുകളിലൊക്കെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ എക്വറിൻ, അതേപോലെ തന്നെ ദോസ്തീം, ഏക്ത ആൻഡ് ഓപ്പറേഷൻ ഷീൽഡ്. ഇതൊക്കെ ബേസിക്കലി ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള ജോയിന്റ് എക്സസൈസ് എന്നുള്ള പോയിന്റ് ഓർത്തിരിച്ചേക്കാം. പ്രിലിംസിന് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. എക്വറിൻ, ദോസ്തീം, ഏക്ത ആൻഡ് ഓപ്പറേഷൻ ഷീൽഡ് എന്ന് പറയുന്ന ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള ബൈലാറ്ററൽ എക്സസൈസുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ മാപ്പും കൂടെ നോക്കിയിരിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ഒരു പോയിന്റ് ചിലപ്പോൾ നമുക്ക് പ്രിലിംസിന് ആവശ്യം വന്നേക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8° ചാനൽ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് ഇന്ദിര പോയിന്റ്. ഈ ഇന്ദിര പോയിന്റും മാൽദീവ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 8° ചാനൽ. സോ 8° ചാനൽ സെപ്പറേറ്റ്സ് ഇന്ത്യ ആൻഡ് മാൽദീവ്സ് എന്നുള്ള കാര്യം ഓർക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് 1-2 പോയിന്റ് കൂടെ നോട്ട് ചെയ്യാം. ഇന്ത്യയുടെ ലക്ഷദ്വീപിന്റെ കവരത്തിയും മിനിക്കോയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് 9° ചാനൽ. അതേപോലെ തന്നെ ഇന്ത്യയുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളെ, ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് 10° ചാനൽ എന്നുള്ളൊരു പോയിന്റും ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ മാൽദീവ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന 8° ചാനലാണ്. ഇന്ത്യ മാൽദീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദിര പോയിന്റും മാൽദീവ്സും തമ്മിലാണ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് 8° ചാനൽ എന്നുള്ള പോയിന്റും മനസ്സിൽ വെച്ചേക്കാം. ഇത്രയും പോയിന്റ് ആണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നും, ഇന്ത്യ മാൽദീവ്സ് ആർട്ടിക്കിളിൽ നിന്നും നമുക്ക് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും അതേപോലെ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും വ്യക്തമായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ലാസ്റ്റ് ബാച്ച് ഓഫ് മിസോറാം ബ്രൂ റെഫ്യൂജീസ് പെർമനന്റ്ലി സെറ്റിൽഡ് ഇൻ ത്രിപുര എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ഈ ബ്രൂ റെഫ്യൂജീസിനെ കുറിച്ചിട്ടാണ്. കൃത്യമായിട്ടും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഒരുപാട് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പോയിന്റ് ആണ്, വളരെ റിലവന്റ് ആണ് ബ്രൂ റെഫ്യൂജീസ്. അപ്പോൾ എന്താണ് ഈ വാർത്തകൾ സൂചിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രൂ റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മിസോറാം, ത്രിപുര, ആസാം ഈ 3 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലായിട്ട് പ്രൈമർലി താമസിക്കുന്ന ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ബ്രൂ റെഫ്യൂജീസ് എന്ന് പറയുന്നത്, ത്രിപുര, മിസോറാം ആൻഡ് ആസാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 16, 2020 മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും അതേപോലെ ത്രിപുര ഗവൺമെന്റും തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ, ഒരു സെറ്റിൽമെന്റ് സൈൻ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ബ്രൂ റെഫ്യൂജീസിന് പെർമനന്റ് സെറ്റിൽമെന്റ്സ് ഇവിടെ ത്രിപുരയിൽ കൊടുക്കാനായിട്ട് ത്രിപുര ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് ഓരോരോ ഫേസസിലായിട്ടാണ് അതിന്റെ റീഹാബിലിറ്റേഷൻ വർക്കുകൾ നടന്നു വന്നതും ലാസ്റ്റ് ഫേസ് ഈ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഓൾ ടുഗദർ ഈ പറഞ്ഞ പോലെ ബ്രൂ റെഫ്യൂജീസ് പെർമനന്റ്ലി എവിടെയോട്ട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്, ത്രിപുരയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്, ലാസ്റ്റ് ബാച്ച് ഓഫ് മിസോറാം ബ്രൂ റെഫ്യൂജീസ് പെർമനന്റ്ലി സെറ്റിൽഡ് ഇൻ ത്രിപുര എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമ്മൾ കണ്ടു ബ്രൂ റെഫ്യൂജീസ് ഓൾസോ നോൺ ആസ് റിയാങ്. ഓക്കെ, അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം റിയാങ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പറഞ്ഞ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾസോ ദ ബ്രൂ എന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഓൾസോ നോൺ ആസ് റിയാങ് ഈസ് എ കമ്മ്യൂണിറ്റി ഇൻഡിജിനസ് ടു നോർത്ത് ഈസ്റ്റ് ലിവിംഗ് മോസ്റ്റ്ലി ഇൻ ത്രിപുര, മിസോറാം ആൻഡ് ആസാം. And in Tripura,
they are recognized as a particularly vulnerable tribal groups ആണ്. PVTG റെക്കഗ്നേഷൻ കിട്ടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ത്രിപുരയിലെ ബ്രൂ റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദേ ബിലോങ് ടു ഇൻഡോ മാംഗ്ലോയിഡ് റേഷ്യൽ സ്റ്റോക്ക്. ഓക്കെ, ഇൻഡോ മാംഗ്ലോയിഡ് റേഷ്യൽ സ്റ്റോക്കിൽ പെടുന്നതാണ് ബ്രൂസ്. ആൻഡ് ദേ സ്പീക്ക് എ ലാംഗ്വേജ് നോൺ ആസ് കൊബ്രു. ഓക്കെ, കൊബ്രു എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് കൂടിയാണ് ബ്രൂസ്, വിച്ച് ഹാസ് എ ടോണൽ എഫക്ട് ഓൺ ദ കുക്കി ലാംഗ്വേജ് എന്നുള്ള ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒക്കുപേഷൻ നോക്കുവാണെങ്കിൽ ദേ ആർ നൊമാഡിക് ട്രൈബ്സ് ആണ്. അവർ മെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നൊമാഡിക് ട്രൈബ്സ് നമുക്കറിയാം, മെയിൻ ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ജും കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരിടത്ത് അവർ പെർമനന്റ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഒരിടത്ത് കൃഷി ചെയ്തു, അതിനുശേഷം പിന്നെ അതിന്റെ വിളവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവരോടൊന്ന് മാറി അടുത്ത സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നറിയപ്പെടുന്നു ഇത് തന്നെയാണ്, ജും കൾട്ടിവേഷൻ തന്നെയാണ്. ദേ ആർ ബേസിക്കലി നൊമാഡിക് ട്രൈബ്സ് ആൻഡ് ദ ബിലീവ് ഇൻ സ്പിരിറ്റ്സ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് സോൾ. ഓക്കെ, അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളും കൂടിയാണ് ഈ ബ്രൂസ്. ആൻഡ് by the religion they are Hindus, and most of their deities are akin to gods and goddess of the Hindu faith ആണ്. And they are traditionally endogamous. ഇത് നോർത്ത് വെച്ചേക്കുക, they are traditionally endogamous ആണ്. പോയിന്റ് ഒക്കെ പ്രിലിംസിന് ചോദിക്കാം. They are traditionally endogamous means they do not marry outside their communities. ഓക്കെ, അപ്പം അവർ ഈ പറഞ്ഞ പോലെ മാരി ചെയ്യുന്ന അവരുടെ വിത്തിൻ ദ കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് they are traditionally endogamous എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നും എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ ആണ്. Piyush Goyal asked FCA, Food Corporation of India officers to turn whistleblowers to curb corruption. Okay, അപ്പോൾ നമ്മുടെ ഫുഡ് മിനിസ്റ്റർ ആണ്, യൂണിയൻ ഫുഡ് മിനിസ്റ്റർ ആണ് പീയൂഷ് ഗോയൽ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ FCA, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസേഴ്സിനോട് ആസ്ക് ചെയ്തിരിക്കുകയാണ് ടു ടേൺ ടു വിസിൽ ബ്ലോവേഴ്സ് ടു കർബ് കറപ്ഷൻ വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് FCAയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ളത്. FCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആൻഡ് വാസ് സെറ്റപ്പ് അണ്ടർ ദ ഫുഡ് കോർപ്പറേഷൻസ് ആക്ട് ഓഫ് 1964. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുത്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് FCA. എന്തിനാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഇവിടെ രൂപീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു മാനേജ് ടു ട്രാൻസ്ഫോം ദ ക്രൈസിസ് മാനേജ്മെന്റ് ഓറിയന്റഡ് ഫുഡ് സെക്യൂരിറ്റി ഇൻടു എ സ്റ്റേബിൾ സെക്യൂരിറ്റി സിസ്റ്റം. ഇന്ത്യയിലെ ഫുഡ് സെക്യൂരിറ്റി ഒക്കെ തന്നെ നിലനിർത്താനായിട്ട് ഒരു സ്റ്റേബിൾ ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു FCA നിലവിൽ കൊണ്ടുവന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊക്യൂർ ഫുഡ് ഗെയിൻസ്, അതായത് നമ്മൾ MSP എന്ന് പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ടാവല്ലോ, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ, എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ഏകദേശം 22 ഇനം ഈ പറഞ്ഞ പോലെ എന്താ പറയുക 22 ഇനം ക്രോപ്സിന് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് MSP അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം 22 ക്രോപ്സും പ്ലസ് ഷുഗർ കെയിനും കൂടെ കയറി വരും. അപ്പോൾ ഈ MSP എന്ന് പറയുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്, നെല്ലിനൊക്കെ താങ്ങുവില എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ, അപ്പോൾ ഈ MSP അനൗൺസ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് അത് പ്രൊക്യൂർ ചെയ്യുന്ന ആ ധാന്യങ്ങളൊക്കെ തന്നെ കർഷകരുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്ന വിത്ത് ദ ഹെൽപ്പ് ഓഫ് FCA ആണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉപയോഗിച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ MSP പ്രൊവൈഡ് ചെയ്യുന്ന ക്രോപ്സ് ഒക്കെ തന്നെ കൂടുതലായിട്ടും പ്രൊക്യൂർ ചെയ്യപ്പെടുന്നത്. സോ അത് ഇവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ്, ടു പ്രൊക്യൂർ ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ടു മെയിൻറ്റെയിൻ ഓപ്പറേഷണൽ സ്റ്റോക്ക് ആൻഡ് ബഫർ സ്റ്റോക്സ് ഫോർ ഫുഡ് സെക്യൂരിറ്റി. അതായത് ഈ കർഷകരുടെ കയ്യിൽ നിന്നും ശേഖരിക്കുന്ന ധാന്യങ്ങൾ ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ആവശ്യത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും FCAയുടെ ഉത്തരവാദിത്തമാണ്. ദെൻ സെല്ലിംഗ് ദ ഗ്രെയിൻസ് ടു സ്റ്റേറ്റ്സ് അറ്റ് സെൻട്രൽ ഇഷ്യൂ പ്രൈസ്. അപ്പം എന്താണ് സെൻട്രൽ ഇഷ്യൂ പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it's a price at which food grains under National Food Security Act are being made available to the beneficiaries. National Food Security Act നമുക്ക് റേഷൻ ഷോപ്പിൽ നിന്നൊക്കെ തന്നെ ധാന്യങ്ങൾ കിട്ടുമല്ലോ, അതിനകത്ത് ഈ പറഞ്ഞ പോലെ ബെനിഫിഷ്യറീസിന് എത്തിച്ച് നൽകുന്ന പ്രൈസിന് പറയുന്ന പേരാണ് സെൻട്രൽ ഇഷ്യൂ പ്രൈസ്. പ്രൈസ് അറ്റ് വിച്ച് ഫുഡ് ഗ്രെയിൻസ് അണ്ടർ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആർ ബീങ് മെയ്ഡ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറി. അതായത് സബ്സിഡൈസർ പ്രൈസ് ആയ 3 രൂപയും 2 രൂപയ്ക്ക് ഈ പറഞ്ഞ പോലെ റൈസ്, വീറ്റ്, കോഴ്സ് ഗ്രെയിൻസ് ഒക്കെ തന്നെ നമുക്ക് പെർ kg 3 rupees 2 rupees കിട്ടുമല്ലേ, ആ ഒരു പ്രൈസിനാണ് സെൻട്രൽ ഇഷ്യൂ പ്രൈസ് എന്ന് ബേസിക്കലി പറയപ്പെടുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ മറ്റൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഗ്രെയിൻസ് ടു സ്റ്റേറ്റ്സ്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഈ പറഞ്ഞ പോലെ ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ്? ബേസിക്കലി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പറയേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് FCAയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊക്യൂർ ഫുഡ് ഗ്രെയിൻസ്, ടു മെയിൻറ്റെയിൻ ഓപ്പറേഷൻ സ്റ്റോക്ക് ആൻഡ് ബഫർ സ്റ്റോക്ക്, ആൻഡ് അലോക്കേഷൻ ഓഫ് ഗ്രെയിൻസ് ടു സ്റ്റേറ്റ്സ്, ആൻഡ് സെല്ലിംഗ് ഗ്രെയിൻസ് ടു സ്റ്റേറ്റ് അറ്റ് സെൻട്രൽ ഇഷ്യൂ പ്രൈസ്, ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഗ്രെയിൻസ് ടു സ്റ്റേറ്റ്. അതേ സ്ഥാനത്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നടപ്പാക്കുക, PDS, അതായത് നമ്മുടെ ഫെയർ പ്രൈസ് ഷോപ്പുകൾ നടത്തിക്കൊണ്ട് പോവുക, അതേപോലെ തന്നെ റേഷൻ കാർഡ്സ് ഇഷ്യൂ ചെയ്യുക തുടങ്ങിയ ഉത്തരവാദിത്തം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളെയാണ് കേട്ടോ. അപ്പം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് ഫെയർ പ്രൈസ് ഷോപ്പുകൾ നടത്തുക, അത് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ധാന്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുക, അതേപോലെ റേഷൻ കാർഡുകളൊക്കെ വിതരണം ചെയ്യുക തുടങ്ങിയൊക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ഉത്തരവാദിത്തമായിട്ടും പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ സെൻട്രൽ ഇഷ്യൂ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ്. പിന്നെ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റീസെന്റ് ഈ ഒരു വാർത്ത നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വിച്ച് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ 2020, 2020 ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. COVID-19 പാൻഡമിക് പശ്ചാത്തലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് അഡീഷണൽ 5 kg ഫുഡ് ഗ്രെയിൻസ് ടു എലിജിബിൾ റേഷൻ കാർഡ് ഹോൾഡേഴ്സ് അണ്ടർ ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് നമുക്ക്
ധാന്യങ്ങളൊക്കെ തന്നെ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്നത്. സോ അതിന് പുറമെ ഈ പറഞ്ഞ പോലെ അഡീഷണൽ 5 kg ഗ്രെയിൻസ് അത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു, ഒരു സ്കീമായിരുന്നു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആ 2020 നമ്മൾ ആ കോവിഡിന്റെ സമയത്ത് അനൗൺസ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. 2022 അവസാനിക്കേണ്ടായിരുന്നു, ബട്ട് 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഡിസംബർ 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ബട്ട് റീസെന്റ് ആയിട്ടുള്ള വാർത്ത ഉണ്ടായിരുന്നു, ഇറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ഫോർ അഡീഷണൽ 5 years. ഇനി ഒരു 5 വർഷം കൂടെ ഈ ഒരു സ്കീം എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനകത്ത് നോക്കേണ്ടത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അത് ചിലപ്പോൾ നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ടാവും. നമ്മൾ ഓർക്കും കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി ഒക്കെ ആയിരിക്കും എന്ന് ഓർക്കും, ബട്ട് അല്ല. ഈ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ നോഡൽ മിനിസ്ട്രി ആയിട്ട് വെച്ചിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നുള്ളൊരു പോയിന്റും കൂടെ കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കും. അപ്പം ഇത്രയും പോയിന്റ് ആയിരുന്നു ഇന്നത്തെ ന്യൂസ് പേപ്പറിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത എല്ലാ ആർട്ടിക്കിൾസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്